അനാഥമാക്കിയത് ബാല്യങ്ങളെ കൂടിയായിരുന്നു. സിദ്റത്തുൽ മുൻതഹ. അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ട ഈ 5 വയസ്സുകാരിയെ തേടി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ വഴിയിലൂടെ വന്നിരുന്നു. ദുരന്തം സംഭവിച്ച് 1 വർഷമാകാറാവുമ്പോൾ വീണ്ടും അവളെ തേടി ഞങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. എത്രയിലാണ് പഠിക്കുന്നേ? 1-ലാ? എവിടെയാ? എന്തൊക്കെ പഠിച്ചു ഇതുവരെ? എന്തൊക്കെ പഠിച്ചു? പാട്ട് പഠിച്ചില്ലേ? ഞങ്ങളടുത്താണ് ഇപ്പോൾ മോളുള്ളത്. വളരെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടത്തുന്നുണ്ട്. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ പറയലുണ്ട്, മാതാപിതാക്കളെക്കുറിച്ച് ചെറിയ ഇതിലൊക്കെ ചോദിക്കലുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നോർമലാണ് ആൾ. വളരെ സന്തോഷവതിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥിതിയായി പോയല്ലോ. അതെ, തീരെ പ്രതീക്ഷിക്കാത്ത അന്ന് നടക്കുന്നതിൻ്റെ ജൂലൈ 30 രാത്രി ഞങ്ങളവരായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ചതായിരുന്നു. 10 സെൻറ്റ് ഭൂമി മോളുടെ പേരിലേക്ക് ചേഞ്ചാക്കി അഷ്ടദാനമായിട്ട് എഴുതിയിട്ട് അതിൽ ഒരു വീട് അവർ വെച്ചിരുന്നുണ്ട്. ഒരു 90% തീർന്നു വർക്ക്. അപ്പോൾ ഈ 31-ാം തീയതിൻ്റെ ഉള്ളിൽ കയറി കൂടാനുള്ള സംവിധാനമാണ്. 10 സെൻറ്റ് വീട് കുഞ്ഞിൻ്റെ പേരിലാണ്. കുഞ്ഞിൻ്റെ പേരിൽ സിദ്റത്തുൽ മുൻതഹ കുഞ്ഞു വീടാണ്. ഇനി നിങ്ങളുടെ സംരക്ഷണയിലായിരിക്കും. അതെ അതെ, തീർച്ചയായും സ്വന്തം വീടും. അതെ. 1 വർഷത്തിന് ശേഷം ഇവിടുന്ന് മടങ്ങുന്നത് വളരെ സംതൃപ്തിയോടെയാണ്. കാരണം അനാഥത്വം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ കരുതലായിട്ട് എന്തിനും തുണയായിട്ട് ആ കുഞ്ഞിൻ്റെ കൂടെ ഇവരുണ്ടാകും.